This news is brought to you by ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ. ചെറുപുഴ പഞ്ചായത്ത് UDF കമ്മിറ്റി വിജയാഘോഷ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. ചടങ്ങിൽ കൺവീനർ മനോജ് വടക്കേൽ സ്വാഗതം ആശംസിച്ചു. UDF ചെയർമാൻ ആലയിൽ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി മെമ്പർ K. സുധാകരൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ നിരവധി പ്രമുഖർ സംസാരിച്ചു. തെരഞ്ഞെടുപ്പിൽ വിജയിച്ച UDFന്റെ 20 സ്ഥാനാർത്ഥികളെയും ബ്ലോക്ക് ജില്ലാ ഡിവിഷൻ സ്ഥാനാർത്ഥികളെയും തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളെയും UDFന്റെ സോഷ്യൽ വിംഗ് പ്രവർത്തകരെയും ചടങ്ങിൽ അനുമോദിച്ചു. നടപടികളുമായി ഐക്യ ജനാധിപത്യം വേണ്ടി മുന്നോട്ട് പോകും എന്ന് മാത്രം ഈ വൈകിയ വേളയിൽ സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് നിങ്ങൾക്കെല്ലാം അഭിവാദ്യങ്ങൾ. ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കാലാകാലമായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉള്ള കയ്യിൽ വെച്ചിരിക്കുന്ന കൊത്തളങ്ങളൊക്കെ അടിച്ചു പൊളിച്ച് തകർത്ത് ഈ മഹാഭൂരിപക്ഷം ഉണ്ടാക്കി ഈ പഞ്ചായത്ത് നിലനിർത്തി കൊണ്ടുവന്ന ഞങ്ങളോട് എങ്ങനെ എനിക്ക് നിങ്ങളെ അഭിനന്ദിക്കണം എന്ന് എനിക്കറിയില്ല. നമുക്ക് നല്ല രാഷ്ട്രീയ കാലാവസ്ഥയാണ്. കേരളത്തിലെ പൊതു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് UDFനെ സംബന്ധിച്ചിടത്തോളം കേരള രാഷ്ട്രീയത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ തിരിച്ചുവരവിന്റെ വിളംബരമാണ് ഈ തിരഞ്ഞെടുപ്പും നിങ്ങളുടെ വിജയവും എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ഞങ്ങളെ തൊടാൻ സാധിക്കാത്ത വിധം കേരളത്തിൽ ഇടതുപക്ഷം ദുർബലമായി. നമ്മോടൊപ്പം ഒട്ടുനിൽക്കാൻ ശ്രമിച്ച BJP ലക്ഷ്യത്തിലെത്താൻ അവർക്ക് സാധിച്ചില്ല. കേരളത്തിലെ ജനങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഭരണമുന്നണിയെ ഈ രാജ്യം ഏൽപ്പിച്ചിരിക്കുന്നു എന്നതിന്റെ തെളിവാണ്. മാസങ്ങളേ ഉള്ളൂ ഇനി നമ്മുടെ മുമ്പിൽ. ഞാൻ എല്ലായിടത്തും പ്രസംഗിക്കാൻ പോകുമ്പോൾ ഞാൻ സംസാരിക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. ഇത് ലോക്കൽ ബോഡി ഇലക്ഷനാണ്, പഞ്ചായത്ത് ഇലക്ഷനാണ്. പഞ്ചായത്ത് ഇലക്ഷനാണ് എന്നതുകൊണ്ട് നിങ്ങളതിന്റെ ഗൗരവം കുറച്ച് കാണരുത്. 3 മാസം കഴിഞ്ഞാൽ വരാൻ പോകുന്ന ഒരു പൊതു തെരഞ്ഞെടുപ്പുണ്ട്. വരുന്ന 5 വർഷക്കാലം കേരളം ഭരിക്കേണ്ടത് ആര് എന്നത്. ആ തെരഞ്ഞെടുപ്പ് കടന്നു വരുന്ന അതിന്റെ മുന്നോടിയാണിത്. ആ തെരഞ്ഞെടുപ്പിന് നാന്ദിയാണ് ഈ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ ആത്മവിശ്വാസം നമ്മുടെ പ്രവർത്തകരിലും ജനങ്ങളിലും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ വിജയം സുനിശ്ചിതമാക്കാൻ എന്റെ പ്രിയപ്പെട്ടവർക്ക് സാധിക്കണമെന്ന് ഞാൻ എല്ലാ പൊതുയോഗങ്ങളിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അത് നന്നായി അതുപോലെ നമ്മുടെ പ്രവർത്തകന്മാർ ഏറ്റെടുത്തു, അത് കൈകാര്യം ചെയ്തു. അതിന്റെ റിസൾട്ട് നമ്മളെല്ലാം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. വരാൻ പോകുന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പിന്റെ അകത്ത് ഒരു സംശയവും വേണ്ട, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 90 സീറ്റ് വാങ്ങി ഞങ്ങൾ വിജയിച്ച് കടന്നു വരുമെന്ന കാര്യത്തിൽ നമുക്കൊരു തർക്കവും വേണ്ട. ഈ വന്നിരിക്കുന്ന റിസൾട്ടിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് 90 പറയാനുള്ള ഉറപ്പ്. CPM-കാരന്റെ തുടർഭരണത്തിന്റെ ആലസ്യത്തിൽ ജനങ്ങളുടെ പ്രശ്നങ്ങളോടും ജനങ്ങളുടെ പ്രതിബദ്ധതയോടും പരാധീനതകളോടും അവർ കാണിക്കുന്ന പുച്ഛവും ദാർഢ്യവും അഹങ്കാരവും ഒന്നും UDFന്റെ ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നോ ഞങ്ങളുടെ ഭരണസമിതിയുടെ ഭാഗത്തു നിന്നോ ഉണ്ടാവില്ല എന്ന് ഈ തുടക്കത്തിൽ തന്നെ ആത്മവിശ്വാസത്തോടുകൂടി ഞങ്ങൾ ഈ നാട്ടുകാരോട് ഓർമ്മപ്പെടുത്താനും സൂചിപ്പിക്കാനും ആഗ്രഹിക്കുന്നു. കാരണം UDF പഠിപ്പിച്ചു കൊടുക്കുന്ന രാഷ്ട്രീയ സംസ്കാരത്തിൽ അതൊന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് ഞങ്ങളുടെ ഉറപ്പ്. നിങ്ങൾക്ക് ഈ ഗ്രാമപഞ്ചായത്തിന്റെ ഓഫീസിലേക്ക് ഇനി കയറുവരാണ് ഒരു പാർട്ടി മെമ്പറുടെയും ബ്രാഞ്ച് സെക്രട്ടറിയുടെയും ശുപാർശയില്ലാതെ. നിങ്ങൾ അർഹതപ്പെട്ടവരാണ് എങ്കിൽ ആ അർഹതപ്പെട്ടവരുടെ ആനുകൂല്യം ഒരു രാഷ്ട്രീയ വൈരനിര്യാതന ബുദ്ധിയുടെ പേരിലും അവഗണിക്കപ്പെടില്ലെന്നും നിങ്ങൾക്ക് നഷ്ടപ്പെടില്ലെന്നുമുള്ള ആത്മവിശ്വാസത്തോടുകൂടി നിങ്ങൾക്ക് ഈ പഞ്ചായത്തിന്റെ കാര്യാലയത്തിലേക്ക് കടന്നു വരാൻ കഴിയുമെന്ന ആത്മവിശ്വാസം UDF ഉറപ്പു നൽകുകയാണ്. ഞങ്ങൾക്ക് ഈ നാട്ടിലെ ജനങ്ങളുടെ വിഷമങ്ങളെയും പ്രയാസങ്ങളെയും തിരിച്ചറിയാനുള്ള ജനാധിപത്യ ബോധമുണ്ട്. ആ ബോധ്യത്തെ നിങ്ങൾക്കൊരു വാഗ്ദാനമായി, തെരഞ്ഞെടുപ്പിന് മുന്നേയുള്ള വാഗ്ദാനമല്ല, തെരഞ്ഞെടുപ്പ് ജയിച്ചിട്ട് ഈ നാടിന്റെ വോട്ടർമാർ തമ്പിൻ മെജോറിറ്റി നൽകിയ ഒരു പഞ്ചായത്തിൽ നിങ്ങളോട് നൽകാനുള്ള വാക്കാണ്. നിങ്ങളെ പരിഗണിക്കുന്ന ഒരു ഭരണസമിതിയെ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ഉണ്ടാവുമെന്ന വാക്ക്. ജില്ലാ നമ്മുടെ പഞ്ചായത്ത് മെമ്പർമാർ 1-ാം വാർഡിൽ നിന്നും മാനുവൽ മാപ്പിളപ്പറമ്പിൽ അവരെ ക്ഷണിക്കുകയാണ്. 1-ാം വാർഡിലെ ജനപ്രതിനിധി 1-ാം വാർഡിൽ നിന്നും 2-ാം വാർഡിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീമതി ലളിത ബാബു, 3-ാം വാർഡിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീ പ്രവീൺ KD, കോലിംഷനിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീമതി ജമീല കോളെ, 6-ാം വാർഡിന്റെ ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ട വിജി K. ജോൺ,
8ാം വാർഡിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീമതി 1ാം വാർഡിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീമതി ഷൈജ ജിന്നു തച്ചുകുന്നേൽ റോഷി ജോസ്. 10ാം വാർഡിൽ തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീ റോഷി ജോസ്. തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീമതി ജോഡി സണ്ണി പതിയിൽ. ശ്രീ ഫ്രണ്ട്സ് വെള്ളക്കട. തെരഞ്ഞെടുക്കപ്പെട്ട അനീഷ് ആന്റണി കാലായി. അടുത്തതായി മലയോരത്തിന്റെ മണ്ണിൽ ആതുര ശുശ്രൂഷ രംഗത്ത് സഹകരണ മേഖലയുടെ നിറച്ചാർത്ത് ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ, അസ്ഥിരോഗം, ENT, സ്കിൻ, പൾമനോളജി, സൈക്കാട്രി, കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ലാബ്, ഫാർമസി സൗകര്യങ്ങൾ, കൂടാതെ ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ, ഫിസിയോതെറാപ്പി, ഓഡിയോളജി, സ്പീച്ച് തെറാപ്പി, NICU, PICU സൗകര്യം, റേഡിയന്റ് വാമർ, ഫോട്ടോതെറാപ്പി, ECG, കൂടാതെ അത്യാധുനിക ഡിജിറ്റൽ എക്സ്റേ സൗകര്യം. ചികിത്സയ്ക്കിനി ചിലവേറില്ല. ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. കൂടുതൽ വിവരങ്ങൾക്കും ടോക്കൺ ബുക്കിങ്ങിനുമായി ബന്ധപ്പെടുക 04985242 മൊബൈൽ 6238064141.